വേദനിക്കുന്നു. പേടിക്കണ്ട മോളെ, അച്ഛൻ കൂടെ ഉണ്ടല്ലോ. സ്വന്തം മോളെ രക്ഷിക്കാൻ ആരെങ്കിലും കൈയും കാലും തല്ലി ഒടിക്കോ ജോർജ് കുട്ടി? റാണി, അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ ഹോസ്പിറ്റലാണ്. അവൾക്കിപ്പം ശത്രുക്കളൊന്നല്ല, 2 കൂട്ടരാണ്. ആ പ്രഭാകരവർമ്മയും സഹദേവനും അല്ലാതെ മറ്റാര്? ആ തലതെറിച്ച് ചേർക്കാൻ ടിനി ടേമും കൃഷ്ണപ്രീതയും നമ്മുടെ മകളുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ജോർജ് കുട്ടി? അവരുടെ അമ്മയെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്റെ പരോള് തീരുന്നതിന് മുമ്പ് ആ പ്രശ്നം എനിക്ക് തീർക്കണം. നമ്മുടെ മകളുടെ കല്യാണം ഈ 4-ാം പാട്ടിനെങ്കിലും നടക്കുമോ ജോർജ് കുട്ടി? നടക്കും റാണി. എങ്ങനെ? ഫോണില്ലാത്ത നമ്മുടെ മോക്ക് ഞാനൊരു പുതിയ ആൻഡ്രോയിഡ് സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 4 ചാറ്റിംഗ് ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മകളുടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അയ്യോദോ സഹദേവൻ കണ്ടോ? സഹദേവൻ ജയിലിൽ പോലും മാസാ. ഹലോ സാർ. എന്താടോ? സഹദേവൻ എന്താ ഇവിടെ? അവന് മുഴുത്ത ചെങ്കണ്ണായിരുന്നു. അവ അത് മാസമായിട്ട് കൊണ്ടു നടന്നു. ഇപ്പൊ അത് കോങ്കണ്ണായി. സർജറിക്ക് കൊണ്ടുവന്നതാണ്. ജോർജ് കുട്ടി, നീയല്ലപ്പ എന്റെ ശത്രു. ആ ജീജു ജോസഫ. ഈ സർജറി ഒന്ന് കഴിഞ്ഞോട്ടെ. സുന്ദരിക്ക് പൊട്ട് തൊടാൻ പോലും അവനെ ഇനി കൊള്ളില്ല. അനിമോള് വീട്ടിൽ ഒറ്റയ്ക്ക, നമുക്ക് വേഗം പോകാം. പേടിക്കേണ്ട, ആ കേബിളിലെ പയ്യനെ ഞാൻ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. ജോർജ് കുട്ടി. പ്രഭാകർ സാറോ? സാറെന്താ ഈ ഹോസ്പിറ്റലിൽ? എന്റെ ഗീത ചിരിക്കുന്നില്ല, മിണ്ടുന്നില്ല, ഒരു വാക്കുകൊണ്ട് പോലും എന്നെ നോയിപ്പിക്കുന്നില്ല. താങ്കളൊരു വലിയ മനുഷ്യനാണ് എന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. അത് ഞാൻ തിരിച്ചെടുക്കുന്നു. താങ്കൾ വെറും ഒരു ഊളയാണ്. ജോർജ് കുട്ടി, പിന്നല്ലാതെ. ഭാര്യമാർ മിണ്ടുന്നു എന്നാണ് എല്ലാവർക്കും പരാതി. ഇയാൾക്ക് മിണ്ടുന്നില്ലെന്ന്. നിന്റെ പിറകെ ഞാൻ എന്നും ഉണ്ടാവും. അപ്പോഴും ഞാൻ തന്നെ മുന്നിൽ. ജോർജ് കുട്ടി, അനിമോൾ വിളിക്കുന്നു. ഹലോ അനിമോളെ. പെട്ടെന്ന് വീട്ടിലോട്ട് വരണേ, അർജന്റാ. അനിമോക്ക് എന്തോ ആപത്തുണ്ടല്ലോ, നമുക്ക് വീട്ടിലോട്ട് പോകാം. അച്ഛാ, എന്തു പറ്റി മോളെ? ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വീണ്ടും വന്നച്ച. ആരാ? എന്നിട്ട് തിരിച്ചു വരാത്ത രോഗത്തേക്ക് അവനെയും പറഞ്ഞു ചേച്ചി മോടെ. അയ്യോ, ഇത് നമ്മളെ കേബിളിലെ നീരജ് മാധവല്ലേ? എന്ത് പണിയാടി നീ കാണിച്ചേ? റാണി, ഒരു മിനിറ്റ്. ഹലോ, സുധാകരൻ കണ്ട്രാക്കല്ലേ? ഇവിടെ അടുത്തെങ്ങാനും വല്ല പോലീസ് സ്റ്റേഷനിൽ പണി നടക്കുന്നുണ്ടോ? ഇല്ലല്ലേ. 30 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും പയ്യന്മാർ ഇവിടെ അങ്ങനെ മരണപ്പെട്ടായിരുന്ന? ഓ, അതും ഇല്ലല്ലേ. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്ത മനസ്സാണ് അയാളുടെ. നമുക്ക് ജയിക്കാനാവില്ല പ്രഭാക. ചേച്ചി കാരണം തന്നെ ഞാൻ തൊലഞ്ഞു. ഇനി കൊല്ലും.